സുനന്ദ പുഷ്കർ എന്ന ഒരു പേര് മലയാളികൾ അധികം പേരും മറന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ മരിച്ചിട്ടിപ്പോൾ 12 കൊല്ലത്തിലധികമായി. കാരണം 2014 ജാനുവരി 17 അവർ ഡൽഹിയിലെ ഒരു ലക്ഷറി സ്യൂട്ടിൽ മരണപ്പെട്ടതായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ സുനന്ദ പുഷ്കർ എന്ന് പറയുന്ന ഒരു ബിസിനസ് വുമൺ ആയിരുന്നു, ഒരു മാർക്കറ്റിംഗ് പേഴ്സണായിട്ടാണ് അറിയപ്പെടുന്നത്. അതിനേക്കാളൊക്കെ ഉപരി അവർ ശശി തരൂരിൻ്റെ ഭാര്യയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സുനന്ദ പുഷ്കർ വലിയ തോതിൽ വിവാദത്തിലാകുന്നത് ഒരു കൊച്ചി ടസ്കേഴ്സ് എന്ന് പറയുന്ന ഒരു IPL ടീമുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ടീമുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതാണ്ട് ഒരു 25% വരുന്ന സ്വെറ്റ് ടിക്കറ്റ് കിട്ടിയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. സ്വെറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിലേക്ക് പണമൊന്നും മുടക്കാതെ തന്നെ ഒരു വിയർപ്പ് ഓഹരി കിട്ടുന്നതിനെയാണ് സ്വെറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിയർപ്പ് ഓഹരി കിട്ടിയത് എങ്ങനെയാണ് എന്ന് പറയുന്ന സംശയമുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഇത് കിട്ടുന്ന സമയത്ത് ശശി തരൂർ ഫോറിൻ മിനിസ്റ്ററായിരുന്നു, സഹമന്ത്രിയായിരുന്നു എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത്, കേന്ദ്രമന്ത്രിസഭയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അതിൽ ഉണ്ടായിട്ടുള്ള പ്രഷറുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് IPLൻ്റെ ഹെഡായിരുന്ന ലളിത് മോദി, അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം അദ്ദേഹം വലിയ രീതിയിൽ ഒരു ഗ്ലാമറസ് ആയ ഫീൽഡിൽ IPL എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരികയും അത് വലിയ ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ലളിത് മോദി. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്മിത പ്രകാശുമായിട്ട് കൊടുത്തിട്ടുള്ള ANAയുടെ പോഡ്കാസ്റ്റുകൾ കൂടാതെ മറ്റ് നിരവധി പോഡ്കാസ്റ്റുകളിലും അദ്ദേഹം ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പറയുന്നത് സുനന്ദ പുഷ്കറിന് എങ്ങനെയാണ് ഈ IPLൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതെന്നുള്ളതാണ്. എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ലളിത് മോദിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന ഉണ്ടായിട്ടും ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലുണ്ടായിട്ടും ഏതാണ്ട് ഒരു 6-7 ദിവസമായി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിപ്പോഴും വാർത്തയാക്കാത്തത് എന്ത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളിലൊന്നും ഇതൊരു വലിയ വാർത്തയായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ പോഡ്കാസ്റ്റ് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ സുനന്ദ പുഷ്കർ എന്ന് പറയുന്നത് ആരാണെന്ന് തന്നെ ലളിത് മോദിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഇതിൻ്റെ. അപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ വെച്ചാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം ബാംഗ്ലൂരിലെത്തിയിരുന്നു. ബാംഗ്ലൂരിലെത്തിയതിന് ശേഷം ഈ കൺസോർഷ്യത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാ അംഗങ്ങളെയും തന്നെ കണ്ടു. അപ്പോൾ അവർ $350 മില്യൺ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനിരുന്നത്. വലിയ എമൗണ്ടാണ്. അത്തരത്തിൽ $350 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനിരുന്നു. അപ്പോൾ ഓരോ കൊല്ലവും 35 മില്യൺ വീതം അവർ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ 35 മില്യൺ വീതം ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ എമൗണ്ടിൽ ഇപ്പോൾ എത്ര കുറവ് വന്നാലും, നാളെ നഷ്ടം വന്നാലും എന്ത് വന്നാലും, നാളെ തൊട്ടടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ സുനന്ദ പുഷ്കർ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ഇത് ഫ്രീ ആയിട്ട് 25% ഷെയർ കിട്ടുന്നു. 75% മാത്രം പേ ചെയ്യുന്നവർ, അവർ 100% പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേസമയം 25% കൊടുക്കുന്നയാൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ ഡീലിൽ തന്നെ ഇദ്ദേഹത്തിന് വലിയ സംശയം തോന്നിയിരുന്നു. കൂടാതെ ഇതിനുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധനകൾ നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു 15% റവന്യൂ ഇവർക്കാണ്. അപ്പോൾ അതും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞത് അത് അവർ വലിയൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ മാർക്കറ്റിംഗ് പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ ലളിത് കുമാർ മോഡി പറയുന്നത്, ഞാൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്, പക്ഷേ എനിക്കങ്ങനെ ഒരാൾ അറിയില്ലല്ലോ, ഞാൻ അറിയാത്തൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആരാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശവുമുണ്ട്. കാരണം ലളിത് കുമാർ മോദി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ അദ്ദേഹം വളരെ സാധാരണ വീട്ടിൽ ജനിച്ചു വീണിട്ട് വലിയ പണക്കാരനായി മാറിയ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ തന്നെ ഈ പറയുന്ന പോലെ വലിയ തോതിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാളാണ്, വലിയ ബിസിനസ് എംപയർ കെട്ടിപ്പടുത്ത ഒരാളാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള KK മോദിയും അദ്ദേഹവും ഈ സാമ്രാജ്യം കൊണ്ടുപോയിരുന്ന ഒരാളാണ്. അതിനുശേഷം ഇദ്ദേഹം പഠനം തുടങ്ങുകയും പഠനത്തിന് ശേഷം അദ്ദേഹം നോർത്ത് കരോളിന യൂണിവേഴ്സിറ്റി, ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് വിദ്യാഭ്യാസം നേടുകയും അതിനുശേഷം അദ്ദേഹം വരുന്നിട്ട് മോഡി എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന MEN എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുകയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ESPN-ഉമായിട്ടും അതുപോലെ തന്നെ ഡിസ്നി വേൾഡുമൊക്കെ ആയിട്ട് കരാറുണ്ടാക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് കരാറുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇത് വലിയ പണം കിട്ടുന്നൊരു പരിപാടിയാണെന്നും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ 100 കോടി ഐബോൾസ്, അതായത് 100 കോടി കാഴ്ചക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന പരിപാടിയാണെന്നൊക്കെ മനസ്സിലാക്കി ആ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീട് 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ആ ബിസിനസ്സുകളിൽ നിന്ന് ചില തിരിച്ചടി ഉണ്ടാകുന്നത്. കാരണം ESPN-ൻ്റെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസ്നി വേൾഡിൻ്റെയും ഒക്കെ തന്നെ കരാറുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു.
അപ്പോൾ അതിനുശേഷം വലിയ സമ്പന്നമായിട്ടുള്ള കുടുംബത്തിൽ നിന്നാണ് ജഗ്മോഹൻ ഡാൽമിയെ ചെന്ന് കാണുകയും അദ്ദേഹം ഇന്ത്യൻ BCCIയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ BCCI കയറുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന IPLൻ്റെ തലവനായി രൂപപ്പെടുന്നതും അദ്ദേഹം IPL എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് കെട്ടിപ്പടുക്കുന്നതും ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ മെഡിക്കിനെ കുറിച്ചൊന്നും ആർക്കും ഡൗട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഫിജിറ്റീവായി ഇംഗ്ലണ്ടിലാണ്, ഇങ്ങോട്ട് എത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. 400 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് ആദ്യം പറയപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹം ചോദിച്ചു, എനിക്ക് സുനന്ദ പുഷ്കറിനെ അറിയില്ലല്ലോ, ആരാണ്, ഞാൻ അറിയാത്തൊരു സുനന്ദ പുഷ്കർ, ഇത്രയും വലിയ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ്, അതും നിങ്ങൾ 25% കൊടുക്കാൻ, അത് $350 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ 25% കൊടുക്കാൻ വേണ്ടി ആരാണ്? ഇവർ ഇതിൽ ഷെയർ എടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഷെയറുകളെല്ലാം തന്നെ പെർ ഷെയറിന് 1 ലക്ഷം രൂപയാവുകയും ചെയ്യും ഒറ്റടിക്ക് തന്നെ. അപ്പോൾ അത്ര വലിയ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആരാണ് എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരാളിരുന്ന് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, ആർക്കോ. അപ്പോൾ ഉടൻ തന്നെ അടുത്ത സെക്കൻഡിൽ നിങ്ങൾ അറിയേണ്ടത് ശശി തരൂരിൻ്റെ ഫോൺ വരികയാണ് ഇദ്ദേഹത്തിന്. ആ ശശി തരൂരിൻ്റെ ഫോൺ വരുമ്പോൾ ശശി തരൂർ ഇദ്ദേഹം സ്പീക്കർ ഫോണിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്. ശശി തരൂരിൻ്റെ സ്പീക്കർ ഫോണിലിട്ട് ഫോൺ വരികയാണ്. അപ്പോൾ ശശി തരൂരാണെന്ന് ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇദ്ദേഹം ചോദിക്കുന്നു എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ സുനന്ദ പുഷ്കറിനെ കുറിച്ച് കൂടുതലൊന്നും ചോദിക്കണ്ട, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നാളെ രാവിലെ റെയ്ഡ് ചെയ്തിരിക്കും എന്നാണ് ശശി തരൂർ പറയുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, നിങ്ങൾ പോയി വളരെ മോശപ്പെട്ട രീതിയിൽ ഇദ്ദേഹവും തിരിച്ചങ്ങോട്ട് റെസ്പോണ്ട് ചെയ്തു. നിങ്ങൾ ആരാണെന്നാണ് വിചാരിക്കുന്നത്, എന്നെ അങ്ങനെ ഇത് ചെയ്യാൻ കഴിയില്ല, ഐ വിൽ സ്ക്രൂ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹവും എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ട് സംസാരിച്ചതിന് ശേഷം ഇദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. ഈ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഒരു രാത്രി 2 മണിയാകുമ്പോൾ വീണ്ടും അതൊക്കെ നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. രാത്രി 2 മണിയാകുമ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ്, ഇദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റായിട്ടുള്ള ശശാങ്കിൽ നിന്ന് കോള് വരികയാണ്. ശശാങ്കിൽ നിന്ന് കോള് വരുമ്പോൾ സാധാരണ ഇന്ന് വരെ ഒരു കേസിലും ഇതുപോലെ ഇൻ്റർഫെയർ ചെയ്തിട്ടില്ലാത്ത, IPLൻ്റെ ഒരു ടീമിനെ ഫിക്സ് ചെയ്യുന്നതിലും പുള്ളി ഇൻ്റർഫെയർ ചെയ്തിട്ടില്ലാത്ത വളരെ മാന്യനായിട്ടുള്ള ഇദ്ദേഹത്തോട് പറയുന്നു, യു വിൽ ഹാവ് ടു സൈൻ ഇറ്റ് ടുഡേ, നിങ്ങൾ ഇന്ന് തന്നെ സൈൻ ചെയ്യണം, അതും ഇപ്പോൾ തന്നെ റൈറ്റ് നൗ നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ സൈൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് പോരാം, എന്നിട്ട് ഞാൻ രാവിലെ നാഗ്പൂർ എത്താം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഇത് സൈൻ ചെയ്യാം, കാരണം ഇത് ഫീസിബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ശശാങ്ക് പറയുന്നു, ഇല്ല യു വിൽ ഹാവ് ടു ഒബേ, നിങ്ങൾ എന്നെ കേട്ടേ പറ്റുള്ളൂ, നിങ്ങൾ ഇപ്പം തന്നെ സൈൻ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി 2 മണിക്ക് അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഓക്കെ ഞാൻ പക്ഷേ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ഇതിനകത്ത് സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടും എന്ന് പറയുന്നു, എഴുതിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ എഴുതി ഇദ്ദേഹം ഒപ്പിടുന്നു. ആ ഒപ്പിടുമ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ IPLൻ്റെ ലീഗൽ ഓഫീസേഴ്സൊക്കെ വന്ന് നിൽക്കുന്നു, അവർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കോപ്പി മേടിച്ചിട്ട് പോകുന്നു. ഈ കോപ്പി മേടിച്ചിട്ട് പോയില്ലായിരുന്നെങ്കിൽ രാത്രി 2 മണിക്കാണ്, വേണമെങ്കിൽ അതിരാവിലെ എത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഈ സൈൻ ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ് വേണമെങ്കിൽ കീറിക്കളയാമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ അപ്പം തന്നെ വന്നിട്ട് ഇതിന് ശേഷം ഇതിൻ്റെ ഈ പറയുന്ന കോപ്പി മേടിച്ചിട്ട് പോകുന്നു. ഈ കോപ്പി മേടിച്ചിട്ട് പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹം എഴുന്നേറ്റ് പത്രം നോക്കുമ്പോൾ കാണുന്നൊരു വാർത്തയാണ് ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ വാർത്ത അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങൾ അറിയേണ്ടത്, ശശി തരൂർ മാരീഡ് സുനന്ദ പുഷ്കർ എന്ന് പറയുന്നൊരു വാർത്തയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള പ്രഷർ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ ശശി തരൂർ അതിനു മുമ്പ് അദ്ദേഹവുമായിട്ട് വളരെ പരിചയമുണ്ടായിരുന്ന സ്നേഹിതനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആദ്യം ഫോൺ എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ ശശി തരൂർ ഒരിക്കലും പറയാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ റെയ്ഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത നമ്മുടെ ഒരു ലളിത് മോദി എന്ന് പറയുന്ന ഫിജിറ്റീവായിട്ടുള്ള ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുന്ന ഒരാൾ നിരവധി മാധ്യമങ്ങൾക്ക്, അതായത് ANI പോലെയുള്ള വലിയ വാർത്താ ഏജൻസികൾക്ക് ഒരു പോഡ്കാസ്റ്റ് കൊടുത്തിട്ടും, അതുപോലെ രാജ് ഷമാമിയുടെ ഒക്കെ തന്നെ പോഡ്കാസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ മുഴുവൻ കണ്ടില്ല, പക്ഷേ ഇത് തന്നെ ഒരു പോഡ്കാസ്റ്റ് തന്നെ 3.5 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകൾ കൊടുത്തിട്ടും ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയായിട്ടും ഇത് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പോലും ചെയ്യാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കൂടാതെ ശശി തരൂരിനെ ആരാണ് അന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ്, സോണിയാഗാന്ധിയുടെ ബാക്ക് സപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ മൊത്തം നടന്നിരുന്നത്. അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ ഓർഡറുകൾ കേൾക്കാത്ത ആളുകളെ നാളെ രാവിലെ റെയ്ഡ് ചെയ്യും എന്ന് പറയുന്ന ഒരു മുഖം കൂടി ശശി തരൂരിനുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത്. ഇതിന് നമ്മളൊരു മറുപടി പോലും ശശി തരൂർ എന്തുകൊണ്ട് പറയണമെന്നാണ്
മാധ്യമങ്ങൾ പറയാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത് എക്സ്ക്ലൂസീവായി ഞാൻ ചെയ്യുന്നൊരു വാർത്തയാണ്, നിങ്ങൾ ബാക്കിയുള്ള ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൊരു വാർത്തയാണ്. മിക്കവാറും ഈ പോഡ്കാസ്റ്റ് എല്ലാവരിലും വന്നിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് മറ്റു പലരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് മൂടി വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഇത് ഉറക്കെ വിളിച്ചു പറയേണ്ടി വന്നത്. ഇതുപോലെയുള്ള പല മാധ്യമങ്ങൾ മറച്ചു വെക്കപ്പെടുന്ന വാർത്തകളും അതുപോലെ തന്നെ അനാലിസിസുകളും ഒക്കെ അറിയാൻ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്. ലെവൽ 1 മുതൽ ലെവൽ 6 വരെയുള്ള എമൗണ്ടുകളുണ്ട്. അതിലേതെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്ക് മറ്റൊരു ചാനൽ കൂടി നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു പോഡ്കാസ്റ്റ് മാത്രമേ ഇടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് ഉടനെ തന്നെ ഇടും. അതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അതിന് വേണ്ടിയിട്ട് 2 തരത്തിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഒന്ന്, ഈ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതല്ല, നമ്മളെ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടി നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടുള്ള പുതിയ ചാനൽ എന്ന് പറയുന്നത് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ് അതിൻ്റെ പേര്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. പക്ഷേ നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടുണ്ട്. BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ് തന്നെ ഇപ്പോൾ ഏറ്റവും 15,000-ഓളം പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയ സന്തോഷം, നിങ്ങളുടെ വലിയ സ്വീകരണം ഉണ്ടായതിൽ. അത്രയേക്കാൾ ഗൗരവമുള്ള ഞെട്ടിക്കുന്നൊരു വിഷയവുമായി നമ്മൾ ഉടനെ അടുത്ത പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പോഡ്കാസ്റ്റിലേക്ക് പക്ഷേ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു സാമ്പത്തിക ചെലവുള്ള കാര്യങ്ങൾ കൂടി ആയതുകൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അനിവാര്യമാകുന്നത് എന്നുള്ളത് പറഞ്ഞോട്ടെ. കഴിയുന്നവർ മാത്രം ഇത് ചെയ്യാതെ മതി. കഴിയാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും അതിൻ്റെ താഴെ നമ്മളോട് കമൻറ്റുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടും ഇൻട്രാക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ തന്നെ ഇനി കൂടുതൽ വീഡിയോകൾ വേണമെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഞെട്ടിക്കുന്ന നിരവധി വിവരങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഇതിനേക്കാൾ കൂടുതലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ ഞാൻ വളരെ ആറ്റിക്കുറുക്കിയെടുത്ത കേരളീയർക്ക് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്.